നമസ്കാരം. കുറച്ചു കാലം എവിടെയായിരുന്നു എന്നൊന്നും ആരും ചോദിക്കരുത്. ആൾ ഇവിടെ തന്നെയുണ്ട്. ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറയാൻ പോവുകയാണ്. അതാരാണ് പറഞ്ഞതെന്ന് നമുക്കറിയാം. പിണറായി വിജയൻ ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ഇതാണ് ആ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ കാമ്പ്, കോർ എന്ന് നമ്മൾ പറയും. ഈ പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല, BJPയുടെ ശക്തനായ ഒരു പ്രതിനിധി, വക്താവ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന, മുന്നണി പോരാളി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന PC ജോർജാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. PC ജോർജിൻ്റെ നോട്ടത്തിൽ CMRL എന്ന് പറയുന്ന കമ്പനി സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തപ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും CMRL നിന്നും പണം വാങ്ങിയത് എന്ന് സത്യവാങ്മൂലത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ അവിടെ പോയത് കൊണ്ട് തന്നെ ഏകദേശം ഒരാഴ്ചക്കാലമായി നല്ല നടപ്പിൻ്റെ പാതയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാര്യം, അദ്ദേഹം ജയിലിലേക്ക് പോകാൻ പോവുകയാണ്. ആ വസ്തുത, ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നല്ല നടപ്പുമായി പിണറായി വിജയൻ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് PC ജോർജിൻ്റെ പൂഞ്ഞാറാശാൻ്റെ കണ്ടെത്തൽ. കാര്യം മറ്റൊന്നുമല്ല, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 2024 കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ 32 സീറ്റുകൾ, എത്രയാ, 32 സീറ്റുകൾ BJPക്കായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ബാക്കി വരുന്ന കുറച്ച് സീറ്റുകളുണ്ട്. 32 പോയി കഴിഞ്ഞാൽ വളരെ കുറച്ച് സീറ്റുകളല്ലേ ഉണ്ടാവുള്ളൂ. ഏകദേശം 108ഓളം സീറ്റുകൾ മാത്രമാണ് പിന്നീട് ഈ 32 പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുക. ഈ 102 സീറ്റുകൾ, ബാക്കി വരുന്ന 108 സീറ്റുകൾ ബാക്കി 54 എന്നുള്ള കണക്കിൽ മാത്രമേ വിഭജിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടി വരും. അതായത് LDFനും UDFനും 32 സീറ്റിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. പകരം ബാക്കി വരുന്ന ഈ 108 സീറ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയാകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ചർച്ചകൾ വെറുതെയാണ്. വെറുതെ എന്ന് വെച്ചാൽ വെറും വെറുതെ. അതായത് ഏത് പാർട്ടിക്കാണോ ഇവിടെ ഭൂരിപക്ഷം കുറയുന്നത്, CPMനാണോ അല്ലെങ്കിൽ LDFനാണോ UDFനാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് ആ സീറ്റ് കുറവുള്ള, ഭൂരിപക്ഷം കുറവുള്ള ആ മുന്നണിക്ക് വേണമെങ്കിൽ, UDFന് വേണമെങ്കിൽ ഭരണം വേണമെങ്കിൽ നേരെ BJPയുമായി കൈ കൊടുക്കാൻ തയ്യാറാവുക. അങ്ങനെ വരുമ്പോൾ BJP തീരുമാനിക്കും ആരിവിടെ ഭരിക്കണം, കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം, PC ജോർജ് ആയിരിക്കണോ, അല്ലെങ്കിൽ K സുരേന്ദ്രൻ ആയിരിക്കണോ, ഇനി അതല്ല ശോഭാ സുരേന്ദ്രൻ തന്നെ ഇവിടെ ഭരിക്കണോ, ഇനി അതും പോരാ C കൃഷ്ണകുമാർ ആയിരിക്കണോ ഇവിടെ ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അന്തിമ അവകാശം എപ്പോഴും BJPയിൽ തന്നെ നിക്ഷിപ്തമാകും. അപ്പോൾ ഇത് നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മുടെ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ BJPയിലുള്ള ഒരു മുതിർന്ന നേതാവും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്ന K സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞു പരത്തിയ വാക്കുകളായിരുന്നു ഇത്. നമ്മൾ ഓർക്കണം. K സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, എന്ത് പറഞ്ഞിരുന്നു? ഞങ്ങൾ ഇവിടെ 45ഓളം സീറ്റുകൾ ഞങ്ങൾ ഇവിടെ പിടിക്കും, അതും അല്ലെങ്കിൽ 35 സീറ്റ് ഞങ്ങൾ പിടിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ, ഞങ്ങൾ തീരുമാനിക്കും കേരളം ആര് ഭരിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ എന്ന് വെച്ചാൽ തൽക്കാലം ഇപ്പോൾ അതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇത്തവണ പറഞ്ഞത് PC ജോർജായി പോയി. അപ്പോൾ PC ജോർജിനെ ചോദിച്ചിട്ട് വേണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി K സുധാകരനും VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടങ്ങുന്ന 4 പേർ തമ്മിൽ തല്ലുന്നത് ഒരു കാര്യവുമില്ലാത്ത കാര്യമാണ്. സുധാകരൻ വരില്ല കേട്ടോ. കാര്യം, സുധാകരൻ ഒരു പല്ല് കൊഴിഞ്ഞ സിംഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. പല്ല് കൊഴിഞ്ഞ സിംഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് കടിച്ചു കീറാൻ വേണ്ടിയിട്ടുള്ള ഒരാളായി പല്ല് കൊഴിഞ്ഞ സിംഹം മാറും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സുധാകരൻ മാറുന്നതുകൊണ്ട് ഈ ചർച്ചയിൽ സുധാകരൻ വരില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനു വെറുതെ തല്ലുകൂടണം? കാര്യം, നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ പറയുന്ന 108 സീറ്റിനകത്ത് നിന്ന് കിട്ടാൻ പോകുന്ന സീറ്റുകൾ മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പോഴും ഭൂരിപക്ഷം നിൽക്കുന്നത് ഇവർ തന്നെയായിരിക്കും. ആര്? BJP തന്നെയായിരിക്കും. കാര്യം 32 സീറ്റുകളുണ്ട് BJPക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ BJP തീരുമാനിക്കും കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആകണമെന്നുള്ളത്. ഇതാണ് PC ജോർജ് പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രി ജയിലിലേക്ക് പോകാൻ പോവുകയാണ്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? മുഖ്യമന്ത്രി ഉടൻ തന്നെ ജയിലിലേക്ക് പോവും. ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ശിഷ്ടകാലം അങ്ങനെ CPMൻ്റെ ഒരു മുഖം കൂടി നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ആര് ഭരിക്കാൻ? BJPയിൽ ഈ പറയുന്ന പോലെ PC ജോർജ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും. മനസ്സിലായില്ലേ? പിന്നെ അതോടൊപ്പം തന്നെ PC ജോർജ് ആയിരിക്കും മുഖ്യമന്ത്രി, അതല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന K സുരേന്ദ്രനായിരിക്കും. അങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നു. പിന്നീട് എന്താണ്, ഇവിടെ പാലക്കാട് ഒരിക്കലും സ്ഥാനാർത്ഥി നിർണയം പരാജയപ്പെട്ടിട്ടില്ല. സ്ഥാനാർത്ഥി കറക്റ്റ് സ്ഥാനാർത്ഥി, ആപ്റ്റ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്.
അവിടെ ഒരു ഘട്ടത്തിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല. ശോഭാ സുരേന്ദ്രന് യാതൊരു വിധത്തിലും ഈ സ്ഥാനാർത്ഥിയാകുന്നതിൽ, അതായത് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നതിൽ എതിർപ്പില്ലായിരുന്നു. ശോഭാ സുരേന്ദ്രനുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ വളരെ ക്ലീൻ ഇമേജാണ്. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ എതിർപ്പില്ലായിരുന്നു. പിന്നെ സന്ദീപ് വാര്യർ, സന്ദീപ് വാര്യരെ പിടിച്ച് പുറത്താക്കാൻ നിർത്തിയേക്കുമല്ലായിരുന്നോ എന്നായി പൂഞ്ഞാറാശം. സന്ദീപ് വാര്യരെ കുറിച്ച് സംസ്ഥാനത്തെ നേതൃത്വം തന്നെ പറഞ്ഞേക്കുമായിരുന്നു, എത്രയും പെട്ടെന്ന് സന്ദീപ് വാര്യരെ പിടിച്ച് പുറത്താക്കണം, സന്ദീപ് വാര്യരുടെ ചില സമീപനങ്ങളൊന്നും അത്ര ശരിയല്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയം നടന്ന സമയത്ത് തന്നെ യാതൊരു എതിർപ്പും കൂടാതെ ഗൃഹസമ്പർക്ക പരിപാടി ഉൾപ്പെടെ നടത്തി പാർട്ടിക്ക് 10 വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. ഇത് നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ സന്ദീപ് വാര്യരെ പുറത്താക്കണം? അപ്പൊ പാർട്ടി ഇതിനു മുമ്പേ തീരുമാനമെടുത്തിരുന്നു. ചില പിന്തിരിപ്പൻ സമീപനങ്ങൾ സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഏത് പിന്തിരിപ്പൻ സമീപനങ്ങളാണ്? സത്യത്തിൽ ഈ പിന്തിരിപ്പൻ സമീപനങ്ങൾ കൊണ്ട് പി സി ജോർജിനെ പുറത്താക്കാനായിരുന്നെങ്കിൽ പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയത്തിലേ ഉണ്ടാവുകയില്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടുത്തെ ഒരു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞ് ഈ നാട്ടിലുള്ള ജനങ്ങളെ ഒരു തെറ്റിദ്ധാരണയുടെ വക്കിൽ കൊണ്ടെത്തിച്ച ഒരാളാണ് പി സി ജോർജ്. ഇവിടെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ആ പറയുന്ന വേട്ടക്കാരനൊപ്പം നിന്ന ഒരാളാണ് പി സി ജോർജ്. അതും കൂടാതെ മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിഷയം നടന്ന സമയത്ത് മഞ്ജു വാര്യരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഈ പി സി ജോർജ്. അതായത് എല്ലാവരും പൊതുവിൽ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തനായി ചിന്തിക്കുകയും വ്യത്യസ്ത അഭിപ്രായം പറയുകയും ഇനിയും വേണ്ടി വന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ നിന്നുകൊണ്ട് തന്തയ്ക്ക് വിളിക്കാനും മടിയില്ലാത്ത ഒരാളായി പി സി ജോർജ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി കാര്യസാധ്യത്തിന് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കാൽച്ചുവട്ടിൽ വേണമെങ്കിലും അഭയം പ്രാപിക്കാൻ കഴിയും എന്നുള്ള അവസ്ഥയിലേക്ക് വരെ എത്തി. UDF ആയി LDF ആയി ഒടുവിൽ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. സ്വന്തമായി പാർട്ടി ഉണ്ടായിക്കൊണ്ട് പിണറായി വിജയനെ പൊക്കിയടിക്കുന്നു. അതിനുശേഷം ആ പാർട്ടി തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നു. ഏതെങ്കിലും ഒരു വേദിയിൽ കയറി നിന്നിട്ട് സംഘപരിവാറിന്റെ വേദിയിൽ കയറി നിന്നുകൊണ്ട് മുല്ലപ്പൂ അവിടെ കൊണ്ടുവന്ന് വിളക്കിന് മേളിലിടരുതെന്നും തുടങ്ങിയ ഒരു ഹിന്ദുത്വ വിജ്ഞാന കോശമായി മാറുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് ഒടുവിൽ അദ്ദേഹം എത്തേണ്ടടുത്ത് തന്നെ എത്തി. എന്താ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാത്രമായി അദ്ദേഹം അവിടെ എത്തുന്നു. BJP പാളയത്തിൽ അഭയം തേടിയെത്തിയിട്ട് എന്താ ചെയ്തേ? പത്തനംതിട്ട സീറ്റ് വേണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. ഒടുവിൽ അവിടെ അനിൽ ആന്റണി മത്സരിക്കാൻ വന്നപ്പോൾ അനിൽ ആന്റണിക്കെതിരെയായി പി സി ജോർജ്. എന്താ പറഞ്ഞത്? അനിൽ ആന്റണിയെ ഈ പറയുന്ന മണ്ഡലത്തിലുള്ള ഒരു കാക്കക്കുഞ്ഞിന് പോലും ഇഷ്ടമല്ല, അറിയില്ല. സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ടി വരും എന്ന് പറയുന്ന ഗതികെട്ട ഒരു വാക്കല്ലേ അന്ന് പി സി ജോർജ് പറഞ്ഞത്. അപ്പോൾ പിന്നെ സുരേന്ദ്രന് പറയേണ്ടി വന്നു, ഇനി മിണ്ടരുത് എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ എന്തോ വലിയ സാധനം ലഭിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നേരെ BJPയിലേക്ക് പോകുന്നു. ഇപ്പം അതും കിട്ടിയിട്ടില്ല. ഇപ്പം സത്യത്തിൽ പി സി ജോർജിനെ കുറിച്ച് ചർച്ച പോലും ആരും ചെയ്യുന്നില്ല. ഈ അവസരത്തിലാണ് പി സി ജോർജ് വീണ്ടും ഈ ചില കാര്യങ്ങളൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക. BJP അതായത് 2029 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവിടെ ഭരിക്കുന്നത് BJPയുടെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കും. നിങ്ങൾ ഓർത്തോളുക, എഴുതി വെച്ചോളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ എഴുതി വെച്ചോളൂ, അടുത്ത 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു BJP കാരനായിരിക്കും, അച്ചിട്ട.